പെസഹ വ്യാഴാഴ്ച അതായത് മൗണ്ടി തേഴ്സ്ഡേ ഇന്ത്യയിലെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്നാക്കാണ് കലത്തപ്പം. അത് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് 2 വെളുത്തുള്ളി ഫുള്ള് തൊണ്ടൊക്കെ കളഞ്ഞ് എടുത്തേക്കാണ്. നല്ല വലിയ വെളുത്തുള്ളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു അല്ലികൾ. അപ്പോൾ 2 സ്പൂൺ ജീരകവും വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ച് നല്ല പേസ്റ്റ്, അതായത് ഈ ഒരു പരുവത്തിലാക്കുകയാണ്. ഒരു 40-45 ചുവന്നുള്ളി തൊണ്ട് കളഞ്ഞ് വട്ടത്തിലരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഒരു തേങ്ങ അല്ലെങ്കിൽ ഒരു മുറി തേങ്ങ കൊത്തി വെക്കുക. 2 തണ്ട് കറിവേപ്പില എടുത്ത് വെക്കുക, അരിഞ്ഞു വെക്കുക. അപ്പോൾ ഇതൊരു കിലോ പച്ച അരിപ്പൊടി റെഡിയാക്കി. 300 ഗ്രാം ഉഴുന്ന് വറുത്ത് പൊടിച്ച് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഓട്ടുരുളിയിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ഓട്ടുരുളി തന്നെ എടുത്തേക്കണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് നല്ല ഈവനായിട്ട് പടരും. അപ്പോൾ ഒരു സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് ചൂട് വരാത്ത കാരണം തന്നെ കത്തിപ്പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ഓവനിലൊക്കെ മുകളിൽ നിന്നും താഴെ നിന്നും ചൂടാക്കുന്നത് പോലെ ഇത് ചൂടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കലമാണ്. കലത്തിൻ്റെ അകത്തും തീ ഉണ്ടാവും, പിന്നെ അടിയിൽ തീ കത്തിക്കും. അപ്പോൾ നമ്മൾ കലത്തിൻ്റെ അകത്ത് നമ്മൾ തീ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കത്തിച്ചേക്കുന്ന കുറച്ച് കനൽ ചകിരിയിലിട്ട് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചകിരി, ചിരട്ട, വിറക് എല്ലാം നിറച്ചിട്ട് അതിന് ശേഷം അത് ഊതി കത്തിക്കണം. ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, ഇത് അത്യാവശ്യം സമയമെടുക്കുന്ന പരിപാടിയാണ്. അതായത് ഊതി കഴിഞ്ഞാൽ പോലും ഈ കലവും പിന്നെ വിറകും ഒക്കെ നന്നായിട്ട് ചൂടാവാതെ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ വലിയാതെ ഈ സംഭവം കത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രഡീഷണൽ രീതിയിലാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന അപ്പം അധികം എവിടെയും ബേക്കറിയിലൊന്നും കിട്ടത്തില്ല. ഇനി ബേക്കറി കിട്ടിയാൽ തന്നെ അത് അത്ര ലെസ് കോസ്റ്റും ആയിരിക്കില്ല, നല്ല കോസ്റ്റ്ലി ആയിരിക്കും. കാരണം ഇത് നല്ല പണിയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയാലുള്ള ടേസ്റ്റും യൂണീക്കായിരിക്കും. അതും വേറെ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ കലമൊക്കെ ഒന്ന് ചൂടാക്കാനുള്ള പരിപാടി ചെയ്തു. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും ഉഴുന്നുപൊടിയുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് അത്യാവശ്യം ഒരു സെമി സോളിഡ് ഡൗ ഉണ്ടാക്കാനായിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് ആദ്യം തന്നെ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ജീരകം വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊഴിച്ച് വെള്ളവും ഒഴിച്ച് ഇനി അതൊരു സെമി സോളിഡ് ഡൗ ആക്കി കുഴച്ചെടുക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സെമി സോളിഡ് ആയിട്ടുള്ള ഡവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മളൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടാക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ ആദ്യം തന്നെ ഇട്ട് അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അത് വാങ്ങി എടുക്കുക. അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മൾ വാങ്ങിയെടുക്കേണ്ടത്. ഒരുപാട് ബ്രൗൺ ആവണ്ട, ഒരു സെമി ബ്രൗൺ ആയിട്ട് വരുമ്പോഴേക്കും വാങ്ങിയെടുക്കാവുന്നതാണ്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളി ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് കറിവേപ്പിലയുടെ ആ ഒരു പച്ച കളറൊന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയുടെ അത്യാവശ്യം കളർ മാറി തുടങ്ങി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ കറിവേപ്പിലയ്ക്ക് ഒരു പച്ച കളറ്, ഉള്ളിക്കൊരു അത്യാവശ്യം കളർ മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഇനി നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും പിന്നെ ഇതിൻ്റെ അകത്തുനിന്നൊരു ഹാഫ്, അതായത് ഉള്ളിയും കറിവേപ്പിലയും വഴറ്റി എടുത്തേക്കുന്നതിൻ്റെ അകത്തൊരു ഹാഫ് നമ്മുടെ ഡവിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇളക്കിയെടുക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഉപ്പും വെള്ളവും ഒക്കെ ഒഴിക്കേണ്ടി വരും, അത്യാവശ്യം ആ പഴയ രീതിയിലുള്ള കൺസിസ്റ്റൻസിയിലേക്ക് സംഭവം കിട്ടാനായിട്ട്. അപ്പോൾ അത് കിട്ടുക, വീണ്ടും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് എടുക്കുക. ബാക്കി ഭാഗം കറിവേപ്പിലയും പിന്നെ ഉള്ളിയും വഴറ്റിയത് നമുക്ക് ഉരുളിയിൽ തേക്കാനൊക്കെ ആയിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ചെറുതായിട്ട് മാറ്റുകയാണ്. അപ്പോൾ കലമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പക്ഷേ തീ അണഞ്ഞു. അതിനായിട്ട് നമ്മൾ 2 ചിരട്ടയും കുറച്ച് വിറകും കൂടി ഇട്ട് തീ കത്തിക്കുകയാണ്. ഇത്തവണ എളുപ്പമായിരിക്കും, കാരണം കലമൊക്കെ ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പം കത്തും. അപ്പോൾ ഈ ഉരുളിയുടെ മുകളിലാണ് ഈ കലം വെച്ചിരുന്നത്. അപ്പോൾ ഉരുളിയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഉരുളി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു. തീ വളരെ ചെറുതായിട്ട് കൊടുത്തേച്ചാൽ മതി ഉരുളിയിൽ, അല്ലെങ്കിൽ അത് കത്തിക്കരിഞ്ഞു പോകും, അടിവശം കത്തിക്കരിഞ്ഞു പോകും അപ്പത്തിൻ്റെ. അത് കഴിഞ്ഞ് നമ്മളുടെ ആ കറിവേപ്പിലയും ചുവന്നുള്ളിയും വഴറ്റിയത് ഉരുളിയിലേക്ക് തേച്ച് പിടിപ്പിക്കുക അടിഭാഗത്ത്. പിന്നെ നമ്മുടെ മാവ്, അതായത് സെമി സോളിഡ് ഡോവ് ആ ഉരുളിയിലേക്ക് ഇട്ട് അത് പരത്തി വെക്കുക. അത് കുറച്ച് കട്ടിക്ക് വേണം പരത്തി വെക്കാനായിട്ട്, എങ്കിലാണ് നടുക്കൊക്കെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തി ഉരുളിയിലേക്ക് വെക്കുക. ആ ഫുൾ ഡോയും യൂസ് ചെയ്യരുത്, ഇതൊരു 4 ഉള്ളതുണ്ട്. നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും വഴറ്റിയത് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തേച്ച് കലം അതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക. അപ്പോൾ ഒരു 15 to 20 മിനിറ്റിനുള്ളിൽ സംഭവമായി കാണും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളത് നോക്കുകയാണ്. ഇത് അത്യാവശ്യം ഓവറായിട്ടായി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഡ്രൈ ആയിട്ട് വേണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി. ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്, പക്ഷേ ഡ്രൈ ആയതും അതിൻ്റേതായുള്ള ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണിത്.
അപ്പോൾ ഇതൊരു വെറൈറ്റി പാകമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാലും കണ്ടോ, കത്തൊന്നും പിടിച്ചിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഒരു ഓവനിൽ ഇരിക്കുന്ന പോലെ തന്നെ. മുകളിലുള്ള ഉള്ളിയൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അത് ഇത്രയും സമയം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു കലത്തപ്പാണ്. ഇത് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ബേക്കറികളിലോ അഥവാ വേറെ പുറമേ നിന്ന് വാങ്ങാൻ കിട്ടുന്ന രീതിയിലല്ല. നമ്മുടെ അടുപ്പ് വിറകിൽ വളരെ പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു കലത്തപ്പാണ്. അത്യാവശ്യം നല്ല ഹാർഡായിട്ടാണ് ഇത് വന്നേക്കുന്നത്. നല്ല ചൂടുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ലപോലെ ഫ്രൈ ആക്കണതാണ്. പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നല്ലപോലെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. സൈഡ് മൊത്തം നല്ലപോലെ മൊരിഞ്ഞ് ഹാർഡായിട്ടാണ് നിൽക്കുന്നത്. ടേസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ലപോലെ തേങ്ങയുടെയും ഉള്ളിയുടെയും കറിവേപ്പിലയുടെ എല്ലാം കൂടെ ടേസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് മറ്റേ ഒരു മാവിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അത് അത്ര പ്രിഡോമിനൻ്റ് അല്ല. ബാക്കി ടേസ്റ്റുകൾ അതിൻ്റെ ചേരുവകളിലെല്ലാം ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.